എൻ്റെ പേര് അമൽ ജോണി. ഞാനൊരു ACC ട്യൂട്ടറാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ACCയിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും പെർഫോമൻസ് മാനേജ്മെൻറ്റ് പേപ്പറാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ നാട് ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്നൊരു സ്വദേശമാണ്. മൂന്നാറിനടുത്തായിട്ടാണ് വരുന്നത്. ഞാൻ +2 കൊമേഴ്സ് സ്ട്രീം ആയിരുന്നു. അപ്പം കൊമേഴ്സിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് പഠിച്ച് ക്ലിയർ ചെയ്ത് ഒന്ന് ക്വാളിഫൈഡ് ആണെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, ടാർഗറ്റ്സ് ബാക്കിയുണ്ടായിരുന്നു. കുറേ സമയം എടുക്കാനും പാടില്ല, അന്ന് അത്ര ടഫ് ആവാൻ വേണ്ടി പാടില്ല. ഫ്ലെക്സിബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു എനിക്ക്. സോ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അന്നേരം ഓൾറെഡി പല കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സ് ACCക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരാണ് വന്ന് പറഞ്ഞ പോലെ ഇതത്ര ടഫൊന്നുമല്ല, പെട്ടെന്ന് പഠിച്ച് ക്ലിയർ ആവാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി അല്ലാണ്ടുണ്ട്. സോ അങ്ങനെയാണ് ACCയിലേക്ക് എത്തുന്നത്. അങ്ങനെ ACCയിൽ എത്തിയിട്ടാണ് ഞാൻ F2 പേപ്പർ വെച്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതാണ് ACCയിലെ ആദ്യത്തെ 4 പേപ്പേഴ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. സോ സ്വയം പ്രൂവ് ചെയ്യണമെന്ന ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ബുദ്ധിമുട്ടുള്ളൊരു പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ സർപ്രൈസ് ഒരു ഫാക്ടർ, ഞാൻ വിചാരിച്ചത്ര പോലെ അത്ര ടഫ് ഒന്നായിരുന്നില്ല. എനിക്ക് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. അവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പയ്യെ ടീച്ചർ ആഗ്രഹം മനസ്സിലിങ്ങനെ ഉണ്ടായി വന്നുവെങ്കിലും എൻ്റെ ലെക്ചറിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയല്ല. ഞാൻ പയ്യെ F2 F3 പേപ്പറും കഴിഞ്ഞിട്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പേപ്പറിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ ലെക്ചറിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പയ്യം പഠിക്കാൻ നേരത്ത് സോ ഇതും കുറച്ച് ടഫായിട്ടുള്ളൊരു പേപ്പറാണ്. എനിക്ക് എന്താണെന്നറിയില്ല, പൊതുവെ ടഫായിട്ടുള്ള പേപ്പറോട് വല്ലാണ്ട് ഇഷ്ടം കൂടുതലാണ്. സോ ഞാൻ ഈ പേപ്പർ പഠിക്കാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ നേരത്ത് അവരെ ഹെൽപ്പ് ചെയ്ത്, അവർ കുറച്ചും കൂടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് പയ്യെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വീണ്ടും ക്രിയേറ്റ് ആയി തുടങ്ങി. സോ ഇത് കണ്ടിട്ട് എൻ്റെ ഫാക്കൽറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളെ നിനക്ക് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? സോ അങ്ങനെ ആ ചോദ്യത്തിൽ നിന്നാണ് എൻ്റെ ലെക്ചറിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ പയ്യെ ലെക്ചറിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തു. ACC പഠിപ്പിക്കാൻ തുടങ്ങി, CMA US പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ പയ്യെ ഷിഫ്റ്റ് മൊത്തത്തിൽ ACCയിലേക്ക് ആക്കി. സോ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ACCയിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും പെർഫോമൻസ് മാനേജ്മെൻറ്റ് പേപ്പേഴ്സാണ്. സോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ്. അതുകൊണ്ടാണ് ഈ പേപ്പേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കുറേ പ്ലേസസ് ട്രാവൽ ചെയ്യണം, കുറേ മ്യൂസിക് കോൺസേർട്ട്സ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെ കുറേ ആഗ്രഹം ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നു. സോ അതൊരു റീസൺ കൂടിയാണ് ACC ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈലാണ്, അത്യാവശ്യം സാലറി ഉണ്ട്. അതൊരു റീസണും കൂടിയാണ് ACC ചൂസ് ചെയ്തത്. അത് മാത്രമല്ല അതൊരു റീസണാണ്. സോ വല്ലാണ്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, കുറേ സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ പേഴ്സണലി വല്ലാണ്ട് കണക്റ്റഡുള്ള സ്ഥലമാണ്. പഠിക്കുന്ന സമയത്ത് അധികം കാശൊന്നും ഉണ്ടായിരുന്നില്ല, കൊച്ചിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഓരോ എക്സാമിൻ്റെ സമയത്ത് ഒന്ന് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി, ഇടയ്ക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി അങ്ങനെ വിസിറ്റ് ചെയ്ത പ്ലേസാണ് ഈ ഒരു സ്ഥലം, കടമക്കുടി. കുറേ നൊസ്റ്റാൾജിയസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഉള്ളത്. സോ കാര്യം പറഞ്ഞാൽ ഞാൻ ACC ഡൊമൈനിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ കുറേ കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റ് വല്ലാണ്ട് കയറാറുണ്ട്, ഇൻസ്റ്റാഗ്രാം വല്ലാണ്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്, യൂട്യൂബ് അങ്ങനെ എല്ലാ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. സോ ഒരിടയ്ക്ക് നീറ്റും ചെയ്യും വല്ലാണ്ട് ട്രെൻഡാകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഏരിയനെ പറ്റിയും റിസർച്ച് ചെയ്ത് തുടങ്ങി. ആ സമയത്താണ് Xylem എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പയ്യെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ കണ്ടു തുടങ്ങുന്നത്. സോ ഇവർക്ക് കുറേ ട്രോൾ പേജസ് ഉണ്ട്, Xylemത്തിന് കുറേ ട്രോൾ പേജസ് ഉണ്ട്. നമ്മളവിടെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന രീതി, അവർ സ്റ്റുഡൻസായിട്ട് എൻഗേജ് ചെയ്യുന്ന സ്റ്റൈല്, ഞാനത് കണ്ടപ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെയും കാര്യങ്ങൾ ചെയ്യാലേ, ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവങ്ങൾ ചെയ്യാമെന്ന് പയ്യെ മനസ്സിലാക്കി തുടങ്ങി. ആൻഡ് ഇവരുടെ ഫൗണ്ടേഴ്സ് ആവട്ടെ, ഇവർക്ക് സ്റ്റുഡൻസിന് ഇടയ്ക്കുള്ളൊരു വില, അവർ സ്റ്റുഡൻസ് ട്രീറ്റ് ചെയ്യുന്ന രീതി, അവർ കാണുന്ന വിഷയങ്ങൾ, സോ അതൊക്കെ എനിക്കും വല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ കൊള്ളാം, സോ ഇങ്ങനെയും കുറേ സംഭവങ്ങളുണ്ടല്ലേ. സോ Xylem സയൻസ് ഫീൽഡിൽ ക്രിയേറ്റ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. സോ ഇത് കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ ഇതെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ സ്ഥലത്ത് ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ കുറേ നാൾ ഇത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ ട്രോൾസ് കാണാറുണ്ട്, ഇവർക്ക് കുറേ ട്രോൾ പേജസ് ഉണ്ട്. സോ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് Xylemത്തിൽ നിന്ന് കോൾ വരുന്നത്, ആർ യു ഇൻട്രസ്റ്റഡ്? സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. സോ നമുക്ക് ഈ ഒരു സംഭവം എന്താ പറയുക, നമ്മുടെ മനസ്സിൽ കൊണ്ടുപോയി നടന്നൊരു കാര്യമാണ് ഇതുപോലത്തെ സംഭവം ചെയ്യണമെന്ന്. അതാണ് Xylemത്തിൽ നിന്ന് കോൾ വരുന്നത്. ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഒബിയസ് ആൻസർ എസ് ആയിരുന്നു. ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ നീറ്റും ചെയ്യും തുടക്കത്തിലൊക്കെ പഠിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ വേറെ Xylemത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഫീസ് അഫോർഡബിൾ ആയിരുന്നു, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സണലി ACC സ്റ്റാർട്ട് ചെയ്തപ്പോഴും എൻ്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഓക്കെ ഇത് കുറച്ചും കൂടെ ചീപ്പർ ആയിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും ചെയ്യാമായിരുന്നില്ല, കുറേ ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് Xylemത്തിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. ഫീസസ് അത്ര എക്സ്പെൻസീവ് അല്ല, എല്ലാവർക്കും താങ്ങാൻ വേണ്ടി പറ്റുന്ന, പല ആൾക്കാരുടെയും ആഗ്രഹങ്ങൾക്ക് പ്രചോദനമേകുന്ന ഒരു ഫീസ് പോയിൻ്റ് ആയിരുന്നു. സോ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന തന്നെയാണ് Xylemത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആ ഒരു സംഭവമാണ് ഇവർ കൊമേഴ്സിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ACCയിലാണെങ്കിൽ കൂടെ ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ഈ ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം ഹാപ്പി ടു ബി പാർട്ട് ഓഫ് Xylem ACCA ഫാമിലി.